രാജ്യത്തെ തെരുവോരങ്ങൾക്ക് പിന്നാലെ നീറ്റ് ക്രമക്കേട് വിഷയത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ ബഹളമുണ്ടായി. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയെങ്കിലും സമയവും ചട്ടവും പിന്നീട് തീരുമാനിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും രാജ്യത്തെ വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും അതിനുശേഷം മാത്രമേ ചർച്ചയുള്ളൂവെന്നും വ്യക്തമാക്കി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഡൽഹി പോലീസ് CJP പ്രക്ഷോഭകരോട് കാട്ടിയ ക്രൂരതയുടെ ദൃശ്യങ്ങളും വാർത്താസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചു. കോൺഗ്രസ് ഇന്നലെ ഒറ്റയ്ക്ക് സമരം നടത്തിയതിനോട് CPIM, TMC തുടങ്ങിയ കക്ഷികൾ ഇന്ന് അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം തിങ്കളാഴ്ച യുവാക്കൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയെ തങ്ങളുടെ സമയം കളയരുതെന്ന് പറഞ്ഞ് ചീഫ് ജസ്റ്റിസ് പരിഗണിച്ചില്ല. സമരത്തിന്റെ ഒരു ദൃശ്യങ്ങളും കാണേണ്ടെന്നും വിഷയമുന്നയിച്ച അഭിഭാഷകനോട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. രാജ്യത്തുടനീളം അലയടിച്ചുയരുന്ന സമരച്ചൂടിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുമോ? രാജ്യത്തെ യുവാക്കളെക്കുറിച്ച് വാചാലനായിരുന്ന ചീഫ് ജസ്റ്റിസിന് ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്തത് എന്തുകൊണ്ട്? കാണാം RD Extra. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ പ്രതിഷേധമെന്ന് ഡൽഹിയുടെ തെരുവുകളിലും രാജ്യത്തെ ഇരുസഭകളിലും കൂടുതൽ ശക്തമായി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാട് ഇന്നും പ്രതിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ആവർത്തിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കറുത്ത വസ്ത്രം ധരിച്ചാണ് പാർലമെന്റിൽ ഇന്ത്യ സഖ്യ MPമാർ ഇന്നെത്തിയത്. അതേസമയം തിങ്കളാഴ്ചയുണ്ടായ പോലീസ് അക്രമത്തിന് ശേഷവും ജന്തർ മന്ദറിലെ CJP സമരവേദിയിലേക്ക് യുവാക്കൾ ഇന്നും ഒഴുകിയെത്തി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂടുതൽ താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ബോളിവുഡ് താരങ്ങളായ നസ്രുദ്ദീൻ ഷാ, പ്രീതി സിൻഡ, സോനു സൂദ്, സോഹ അലി ഖാൻ തുടങ്ങിയവരും മലയാളി ഗായിക ഗൗരി ലക്ഷ്മിയും ഐക്യദാർഢ്യ കുറിപ്പുകൾ പങ്കുവച്ചു. ഇതിനിടെ കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായത് പെല്ലറ്റ് ആക്രമണം തന്നെയാണെന്ന് ആശുപത്രി അധികൃതരും സ്ഥിരീകരിച്ചിട്ടും ഇക്കാര്യം നിഷേധിക്കുകയാണ് ഡൽഹി പോലീസ്. പോലീസ് നടപടിക്കിടെ പരിക്കേറ്റ 20-കാരി സാക്ഷിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. RD Extra ന്യൂസ് മലയാളം. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കുട്ടികളോട് കേന്ദ്ര സർക്കാർ ഈ ക്രൂരത കാട്ടുന്നതെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ഇന്ന് ആരോപിച്ചു. ആ വാക്കുകളിലേക്ക്. 7.5 crore students and their families are affected by this. These are middle class and poor families. They put their hard-earned money into this and then they literally spat on. And the best part of this is zero convictions. Demand number 1, Dharmendra Pradhan goes. Not our demands, student demands. Number 2, anyone who assaulted the students is punished. Number 3, Prime Minister must apologize to students. Mr. Jitendra Kumar wants to see whatever fantasy he wants to see. He's welcome to see it. I'm not really bothered about it. കേന്ദ്ര സർക്കാരിന് ഇനി തങ്ങളുമായി ചർച്ച ചെയ്യണമെങ്കിൽ അതൊരു നിഷ്പക്ഷ വേദിയിൽ ആയിരിക്കണമെന്നും അതിന് ജന്തർ മന്ദറിന് സമീപം സ്ഥലമൊരുക്കാമെന്നും CJP വക്താവ് സൗരവ് ദാസ് വ്യക്തമാക്കി. हमने सरासर मना कर दिया कि हम लोग किसी के घर नहीं जा रहे, हम लोग किसी के ऑफिस नहीं जाएंगे. जनता का दरबार यहाँ लगा हुआ है, जनता के बीच आना चाहिए मिनिस्टर्स को. अगर उनको बात करनी है तो बातचीत जंतर मंतर पे होगी. लेकिन हम भी पढ़े लिखे लोग हैं तो हम लोगों ने सोचा कि अगर उनको डर है कि यहाँ पे कोई सिक्योरिटी सिचुएशन हो जाए तो इससे कोई न्यूट्रल प्लेस जंतर मंतर के आसपास में हम लोग मिल सकते हैं. രാജ്യത്തെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ചിലർ രാഷ്ട്രീയ താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ആരോപിച്ചു. दिल्ली में जारी विरोध प्रदर्शन यह गंभीर चिंता का विषय है और यह अत्यंत दुर्भाग्यपूर्ण है कि हमारे देश के छात्रों और नौजवानों को कुछ लोग अपने राजनीतिक स्वार्थों की पूर्ति के लिए एक राजनीतिक औजार के रूप में इस्तेमाल करने का प्रयास कर रहे हैं. ഇന്നും സമരം തുടരുന്നു. കൂടുതൽ കർക്കശമാക്കിയിട്ടുണ്ട് സർക്കാരിൻ്റെ നടപടികൾ, പോലീസിൻ്റെ നടപടികൾ. അതായത് അവിടേക്കുള്ള മിക്കവാറും എല്ലാ മെട്രോ സ്റ്റേഷനുകളും അടച്ചിട്ടുണ്ട്. അവിടേക്ക് പ്രവേശനം ഏതാണ്ട് സമ്പൂർണ്ണമായും നിരോധിക്കുക എന്ന മട്ടിൽ പറയാൻ കഴിയില്ലെങ്കിലും അത് നിയന്ത്രിച്ചിട്ടുണ്ട്. അവിടേക്ക് എത്തിച്ചേരാൻ വലിയ പ്രയാസമാണ്. ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുന്നതിനടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പോലീസിൻ്റെ ഈ നടപടി, ലാത്തി കൊണ്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിലും മറ്റ് എല്ലാ തരത്തിലും സമരക്കാരെ ഞെരുക്കുന്നുണ്ട്. അതിന് സമാന്തരമായി ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങളും എന്താണ് തോന്നുന്നത്? നിശ്ചയമായിട്ട് ഇതിനകത്ത് ഹർഷൻ പറഞ്ഞ പോലെ സമരക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ ഞെരുക്കി ഒഴിവാക്കുക ഈ സമരം എന്ന പദ്ധതി തന്നെയാണ് ഇപ്പോഴും സർക്കാരിനും സംവിധാനങ്ങൾക്കും ആകെ ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്ന അതാണ്. പോലീസ് ഇന്നലെ ചെയ്തതുപോലെ വല്ലാതെ തല്ലാനും മറ്റൊന്നും തയ്യാറായിട്ടില്ലെങ്കിലും അതിപ്പോൾ
പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം രംഗത്ത് വരികയും വലിയ മാധ്യമ ശ്രദ്ധ അതിന് കിട്ടുകയും ചെയ്തതൊക്കെ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ. എന്ന് മാത്രമല്ല, ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ മാത്രമല്ല, അവർക്ക് ഇങ്ങോട്ട് തിരിയേണ്ടതായിട്ട് വന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇന്ത്യയിലെ ഒരു സംഭവം, വലിയ സംഭവം എന്ന നിലക്ക്, ലോകത്ത് തന്നെ ഒരു വലിയ സംഭവം എന്ന നിലക്ക് അതിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്കുള്ള വലിയ ബ്രൂട്ടലായിട്ടുള്ള കഴിഞ്ഞ ദിവസം കണ്ടതുപോലുള്ള അറ്റാക്ക് ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ പോലീസും സംവിധാനങ്ങളും ജാഗരൂകരായിട്ട് നിൽക്കുക തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ സമരത്തെ പൊളിക്കാൻ എന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെക്കുറിച്ച് പറഞ്ഞത് കൊടും പാപം എന്നാണ്, ഗ്രേവ് സിൻ എന്നോ മറ്റോ ആണ് പറഞ്ഞത്. വളരെ വലിയൊരു പാപമാണത്, രാജ്യത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് ഈ കുഴപ്പം എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ അതിലൊരു ഉത്തരവാദിയെ കണ്ടെത്തി നീറ്റ് പരീക്ഷയുടെ കൊടും പാപം എന്ന് അദ്ദേഹം പറയുന്നു, പരീക്ഷാ ക്രമക്കേടിന്. യഥാർത്ഥത്തിൽ അതേക്കാൾ കൊടും പാപമാണ് അതിനുശേഷം ഈ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ഏതൊരു മനുഷ്യനും പറയും. അതായത് പ്രായത്തിൽ 20-നും 25-നും ഇടയിൽ മാത്രമുള്ള, 20 18-ന് ശേഷമുള്ള 15 മുതൽ മുകളിലേക്കുള്ള ആളുകളെ മുഴുവൻ ഇങ്ങനെ ക്രൂരമായിട്ട് തള്ളിയിട്ട് അതിലൊരാൾ മരണാസന്നയായിട്ട് അവിടെ കിടക്കുന്നതാണ് കൊടും പാപം. ആ കൊടും പാപം ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അടക്കമുള്ള രാജ്യ ഭരണ സംവിധാനങ്ങളുടെ മൂക്കിന് താഴെയാണ് ഇത് നടന്നത് എന്നും ആ കുടുംബാപത്തിൻ്റെ ലിസ്റ്റിൽ വരും. എന്ന് മാത്രമാണോ, ഇന്ന് ഈ നേരമായിട്ട് പോലും ഇതേക്കുറിച്ചൊരു വാക്കുമിണ്ടാൻ ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി വേണ്ടിയിട്ടില്ല, ആഭ്യന്തരമന്ത്രി വേണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, എന്തിനാണ് തല്ലിയത്? വളരെ ന്യായമായൊരു ആവശ്യമായിട്ട് ചെന്ന സമരം നടത്തിയ ആളുകൾക്കെതിരെയാണ് ഈ പറയുന്ന അതിക്രമം നടന്നത് എന്ന് മാത്രമാണോ ഹർഷ? അതായത് ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ വയലൻസിലൂടെ നിശബ്ദരാക്കാനാണ് ഇവർ പലപാട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ടോവിനോ തോമസിൻ്റെ വീട്ടിന് മുന്നിൽ സമരം നടത്തുകയാണ്. അത് ഈ പറയുന്ന പോലെ ഒരു നിശബ്ദമായ സമരമാണ് എന്നെങ്കിലും കാണാം. പക്ഷേ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ചെറിയൊരു പെൺകുട്ടി, സിനിമയിലേക്ക് തന്നെയും വന്നിട്ടില്ലാത്ത, ഈ കാലെടുത്ത് വെക്കുന്നേ ഉള്ളൂ, അവർ ഒരു നിസ്സാരമായി എന്ന് കണക്കാക്കാവുന്ന ഒരു 2 ലൈൻ അല്ലെങ്കിൽ ഇത്രയും കുറച്ച് ഒരു ഫേസ്ബുക്ക് സ്റ്റാറ്റസിനോ അല്ല ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടതിൻ്റെ പേരിലാണ്. അതിനകത്ത് എന്താ അവർ പറയുന്നത്? വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ താരത്തിൻ്റെ മകള് ഈ കേന്ദ്ര സർക്കാരിനെ ഒരു വരി കൊണ്ടുപോലും തള്ളിപ്പറയുന്നില്ല. ഈ സംഭവത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നു എന്ന് പോലും അതിനകത്തില്ല. പക്ഷം പിടിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്താണ്, യു ഡോണ്ട് ഹാവ് ടു അഗ്രി വിത്ത് ദ പ്രൊട്ടസ്റ്റേഴ്സ്. നിങ്ങൾ ഈ പ്രതിഷേധക്കാരോട് അനുകൂല നിലപാടുണ്ടാകണമെന്ന് പോലുമില്ല. നിങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളോട് അനുകൂല നിലപാട്, പിന്തുണയുണ്ടാകണമെന്ന് പോലുമില്ല. നിങ്ങൾക്ക് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംഘടനകളോട് ഒരു അനുഭാവം ഉണ്ടാകണമെന്നില്ല. അവർ പറയുന്നത് പക്ഷേ ഇങ്ങനെ മർദ്ദിക്കാമോ എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്, ഇങ്ങനെ തല്ലാമോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. എന്താണ്, ഒന്നുകൂടെ വായിക്കാം ഞാനത്. പ്രതിഷേധക്കാരോട് നിങ്ങൾ യോജിക്കണമെന്നില്ല, അവരുടെ ആവശ്യങ്ങളെ നിങ്ങൾ പിന്തുണയ്ക്കണമെന്നില്ല, അതിൽ പങ്കാളികളായ സംഘടനകളെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് പോലുമില്ല. പക്ഷേ സ്വന്തം ശബ്ദമുയർത്തുന്ന പൗരന്മാർക്ക് മറുപടിയായി സംഭാഷണത്തിന് പകരം അതിരുകടന്ന ബലപ്രയോഗമാണ് സ്വീകരിക്കപ്പെടുന്നതെങ്കിൽ നാം ഓരോരുത്തരും ഒന്ന് നിർത്തി ചിന്തിക്കണം, നമ്മുടെ ജനാധിപത്യം ഏത് ദിശയിലേക്കാണ് പോകുന്നത്. കാരണം നാളെ ഒരുപക്ഷെ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ നഗരം, നിങ്ങളുടെ അയൽപ്പക്കം, നിങ്ങളുടെ സ്വന്തം കുടുംബം ഇതുപോലത്തെ പ്രശ്നത്തിൽ പെടാമെന്ന് പറയുക മാത്രമാണ് അവർ ചെയ്തത്. അവർ സർക്കാരിനെ തള്ളിപ്പറയുകയോ അവർ പോലീസിനെതിരെ ഒരു വാക്ക് പറയുകയോ, വയലൻസ് എന്തിന് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അവർ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ഈ പെൺകുട്ടി, മോഹൻലാലിൻ്റെ മകൾ ഇപ്പോൾ സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് കവിതാ സമാഹാരം പുറത്തിറക്കിയ ഒരാളാണ്. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളൊരു ആർട്ടിസ്റ്റുണ്ട്, അവരുടെ ഉള്ളിൽ എഴുത്തുകാരിയുണ്ട്, അവർ കാര്യങ്ങളെ സെൻസിറ്റീവായിട്ട് കാണുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ള മനുഷ്യർക്കുള്ളിൽ, അങ്ങനെയുള്ള BJP-ക്കാർ പോലുമായിട്ടുള്ള എത്രയോ മനുഷ്യർക്കുള്ളിൽ ഈ അടി, തല്ല്, തലപൊട്ടിക്കിടന്ന് പെല്ലറ്റ് ശരീരത്തിലേറ്റ് വാങ്ങിയിരിക്കുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ അങ്ങേയറ്റം ട്രോമ ഉണ്ടാക്കും, വലിയ വിഷമം ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു വരി പറയാൻ തോന്നും. അത് ആ വഴിക്ക് പോകട്ടെ, അത് അവരുടെ ബുദ്ധിമുട്ടുകളാണല്ലോ പറയുന്നത് എന്ന് കണക്കാക്കുന്നവർ അതിനോടും വയലൻസാണ്. ഇതിന് താഴെ, ഈ വരുന്ന വാർത്തകൾക്ക് മുഴുവൻ താഴെ എന്തൊക്കെയാണ് മോഹൻലാലിനെ ചേർത്തിട്ടും അദ്ദേഹത്തിൻ്റെ സഹോദരനെ ചേർത്തിട്ടുമൊക്കെ ഇവരെ ഇങ്ങനെ പരിഹസിക്കുകയും മറ്റും ചെയ്യുകയാണ് ഈ പറയുന്ന ആളുകൾ. വയലൻസാണ്, വയലൻസിൻ്റെ അന്തരീക്ഷമാണ് രാജ്യമെമ്പാടും തന്നെയുള്ളത്. ഈ എങ്ങനെയെങ്കിലും, പക്ഷേ സമരക്കാർ ഒരു പരിധിക്കപ്പുറത്തേക്ക് താഴ്ന്നു നിന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ഡയലോഗിലൂടെ കാര്യങ്ങൾ പറയണം എന്നാണ്. ഇന്നിപ്പോൾ ദുൽഖർ സൽമാൻ്റെ പോസ്റ്റ് അല്പം മുമ്പ് വന്നല്ലോ, ഡയലോഗിന് തയ്യാറാകുമെന്ന് അദ്ദേഹം പറയുന്നുള്ളൂ. ടോവിനോ തോമസും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നിങ്ങളെല്ലാവരും മാറണമെന്നോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നോ ഒരാളും ആവശ്യപ്പെടുന്നില്ല എന്ന് ഓർക്കണം. ഈ സിനിമാക്കാരും ആരും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. അത് സമരക്കാരുടെ ആവശ്യം. ആ സമരക്കാരാരാണ്? ഞങ്ങൾ ഈ തല്ലുകൊള്ളാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളെ തല്ലി ഇവർക്ക് തോൽപ്പിക്കാൻ പറ്റും? എത്ര ആളുകളെ തല്ലി തോൽപ്പിക്കാൻ പറ്റും? എങ്ങനെയാണ് ഈ പോലീസുകാർക്ക് ഇങ്ങനെ ക്രൂരരാകാൻ പറ്റുക എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. എങ്ങനെയാണ് ക്രൂരരാകാൻ പറ്റുക? അങ്ങനെയാണ്. അതായത് പെൺകുട്ടികളുടെ
സ്വകാര്യ ശരീരഭാഗങ്ങളിലേക്ക് ലാത്തി കൊണ്ട് കുത്തുകയും അടിക്കുകയും ചെയ്യുന്ന ലൈംഗികാതിക്രമം എന്ന് ഉറപ്പായിട്ടും പറയാവുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അത്തരം 110 ദൃശ്യങ്ങൾ തൻ്റെ കൈവശമുണ്ട് എന്നാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിക്ക് മുമ്പാകെ ഈ സമരക്കാരുടെ അഭിഭാഷകർ ചെന്ന് പറഞ്ഞത്. കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത ദൃശ്യങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എനിക്ക് വിഷയങ്ങളൊന്നും കാണണ്ട എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് കോക്രോച്ച് പാർട്ടിയോട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ നിന്നാണ് ഈ പാർട്ടി ഉണ്ടായത് എന്ന തരത്തിലുള്ള രോഷമോ മറ്റോ ഉണ്ടാകും എന്ന് സംശയിക്കുന്ന ആളുകൾ അവിടെ ഇവിടെ കാണാം. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സമരമാണെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ആൾ വന്ന് അഭിഭാഷണം വന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണിത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സമരമാകുന്നതെന്ന് ചോദിച്ചു. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കർഷക നമ്മൾ അടിവാങ്ങുമോ? അത് ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുമോ? അവിടെ ഒരു ജെനുവിൻ പ്രശ്നമുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം. നീറ്റ് പരീക്ഷയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, കൊടും പാപമാണ് എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെയും പറയുന്ന ഒരു സംഭവം ഉണ്ടായാൽ അതിനെതിരെ ഇത്രമാത്രം ആവർത്തിച്ച സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളതിന് ഉത്തരവാദിയായിട്ടുള്ള ആളെ ഒന്ന് മാറ്റി നിർത്തിയെങ്കിലും ചെയ്യൂ. ഞങ്ങളുടെ പോയ കുട്ടിയുടെ ആത്മാവിൻ്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഉത്തരവാദിയായുള്ള ആളുകളെ ഒന്ന് മാറ്റി നിർത്തൂ എന്ന മട്ടിൽ സമരം പറയുമ്പോൾ അതിനെതിരായിട്ടാണ് ആളുകൾ വരുന്നത്. ഇത് ഈ പറയുന്ന അദ്ദേഹം പറയാണ്, പ്രധാനമന്ത്രി പറയാണ് ഇത് രാജ്യത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണെന്ന്. ഇതൊരു നാഷണൽ ഉത്തരവാദിത്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുണ്ടൊരു ഉത്തരവാദിത്തം. ഈ രാജ്യം ഭരിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെതായിട്ട് എല്ലാ സകല നന്മകളുടെയും ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. അദ്ദേഹം ഈ ലോകരാഷ്ട്രങ്ങളിലെല്ലാം അദ്ദേഹം പോകുന്നു, അദ്ദേഹത്തിന് വലിയ ആദരവ് കിട്ടുന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും പുതുതായി ഉണ്ടാക്കിയ ആദരവിൻ്റെ അവാർഡ് പുരസ്കാരങ്ങൾ പോലും അദ്ദേഹത്തിന് കിട്ടുന്നു. എങ്ങനെയാണ്? ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ടല്ലേ. ഇന്ത്യയിലെ നന്മയുടെ അദ്ദേഹം കൂടെ ചേർന്നുണ്ടാക്കുന്നതാണെന്ന് തന്നെ സമ്മതിക്കുക, അത് ശരിയാണ്, അദ്ദേഹമാണല്ലോ പ്രധാനമന്ത്രി. പക്ഷേ അദ്ദേഹത്തിന് കൂടെ കിട്ടുന്ന അദ്ദേഹം ചെയ്യുന്ന ഈ രാജ്യത്തിൻ്റെ നന്മകളുടെ ഈ രാജ്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ മെച്ചമാണല്ലോ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കുന്ന നേട്ടങ്ങളുടെ ആനുകൂല്യം കയ്യടി ആർക്കാ കിട്ടുക? അത് ഈ ധർമ്മേന്ദ്ര പ്രധാനാണ് കിട്ടുക. അപ്പോൾ അവിടെ ഇത്രയും വലിയൊരു കുറ്റമുണ്ടായി, ഇത്രയും വലിയ വീഴ്ചയുണ്ടായി, ഇത്രയും ആളുകൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരായിട്ട് വിമർശനം ഉയരും. നോക്കൂ, ഇവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. ലാൽ ബഹാദൂർ ശാസ്ത്രി ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ രാജിവെച്ചു. അദ്ദേഹം ആ സംഭവത്തിന് ശേഷമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയത്, അല്ലേ? ആണ്. അദ്ദേഹം 1956 ഈ റെയിൽ അപകടം ഉണ്ടായി, റെയിൽവേ മന്ത്രിയായിരുന്നു, അദ്ദേഹം രാജിവെച്ചു. പക്ഷേ അദ്ദേഹം പ്രധാനപ്പെട്ട പരമോന്നതമായുള്ള പദവിയിൽ കുറച്ചു കാലങ്ങൾ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റി. അപ്പോൾ രാഷ്ട്രീയ ധാർമ്മികത കൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ തടയില്ല എന്നതിന് ഈ സംഭവം തന്നെ തെളിവാണ്. മുകളിലേക്കേ പോകും, താഴേക്ക് പോകില്ല. എന്തുകൊണ്ടാണ് പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്തത്? നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചുപോയ കുട്ടികളുടെ ആത്മാവിന് ഒരു ശാന്തി കൊടുക്കാനും ഈ ഉത്തരവാദിത്തം വേണ്ട രീതിയിൽ ഏൽക്കപ്പെടുന്നുണ്ട്. തെറ്റുവന്ന ആളുകൾ അതിൻ്റെ പ്രാതിനിധ്യം ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറാകുന്നുണ്ടെന്ന് ആശ്വാസം കിട്ടാൻ ഇദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാത്ത എന്താണ്? പലരും പറയുന്നതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കാരണം ഇതിന് വഴങ്ങിയാൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ അയോധ്യയിലെ സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യോഗി ആദിത്യനാഥ് രാജിവെക്കണമെന്ന ആവശ്യമുയർന്നാലോ, നാളെ മറ്റൊരു പ്രശ്നം എഥനോൾ കേസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട സമരം വന്നാൽ അതിൻ്റെ ബന്ധപ്പെട്ട ആൾ രാജിവെക്കേണ്ടി വരില്ലേ എന്നതുപോലുള്ള രാഷ്ട്രീയ ആകുലതകൾ ഈ സർക്കാരിന് അതിൽ നിന്ന് തടയുന്നുണ്ട് എന്ന് കേൾക്കുന്നു. വേണ്ട, അതൊന്നും അവിടെ ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ ഇത് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ ഭാവിയെ ആകപ്പാടെ ചോദ്യത്തിലാക്കിയ കാര്യമാണ്. മറ്റതൊക്കെ രാഷ്ട്രീയമായിട്ട് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇത് ഈ കുട്ടികളൊക്കെ മരിച്ചു, അവരില്ലാതായി, അവരുടെ രക്ഷിതാക്കളുടെ കണ്ണീരും ഈ സമരം ചെയ്യുന്ന ആളുകളുടെ ചോരയും ആ സ്ഥലത്ത് വീണു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് ധർമ്മേന്ദ്ര പ്രധാനോട് ആവശ്യപ്പെടാൻ എന്താണ് ഈ സർക്കാരിന് മടി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രയും വലിയ നിഷ്ഠൂരമായിട്ടുള്ള കാര്യങ്ങൾ ഡൽഹി പോലീസ് ഇങ്ങനെ അനുവദിക്കപ്പെട്ട അധികാരം ഉപയോഗിച്ച് അവർ ചെയ്തപ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി, മന്ധ്യവയോധികരും കൂടിയായുള്ള പ്രധാനമന്ത്രി മിണ്ടുന്നില്ല? അദ്ദേഹം ചെറുപ്പക്കാരനായ ഒരാളല്ലല്ലോ, എത്രയോ മുതിർന്ന ഒരാളാണ്. അദ്ദേഹം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. അദ്ദേഹം മൻ കി ബാത്തിലൂടെ ആളുകളോട് സംവദിക്കുന്ന ഒരാളാണ്. കരുണാരൂപിയായിട്ട് എല്ലാ ദിവസവും ഇതിൽ സംസാരിക്കുന്ന കാരുണ്യമുള്ള ഒരാളാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഈ കുട്ടികൾ അവിടെ തല്ലപ്പെടുമ്പോൾ, ഇത്ര ക്രൂരമായിട്ട് തല്ലി ചതക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല എന്ന ചോദ്യം സംഗതമല്ലേ? പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. രാജ്നാഥ് സിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതോ അനിഷ്ട ശക്തികൾ അതിനകത്ത് കയറിക്കൂടിയോണ്ടുള്ള കുഴപ്പം എന്താണ്? അമിത്ഷാ ഒന്നും മിണ്ടുന്നില്ല. അമിത്ഷാ മിണ്ടുക എന്ന് വെച്ചാൽ അമിത്ഷായുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ കീഴിലെ ഡൽഹി പോലീസ് ഇങ്ങനെ ചെയ്യുമോ എന്ന ചോദ്യം സാങ്കത്യത്തോടെ ഇരിക്കില്ല. ഇതിപ്പോൾ നോക്കൂ, ഇവിടെ സിനിമാക്കാർക്ക് എന്ത് താല്പര്യ ഹർഷ, അതായത് ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്ന് പെടാൻ. അതിപ്പോൾ വിസ്മയ മോഹൻലാൽ ആയിക്കോട്ടെ, ടോവിനോ തോമസ് ആയിക്കോട്ടെ, ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ, ആസിഫ് അലി ആയിക്കോട്ടെ, ജോജു ആയിക്കോട്ടെ, സിനിമാക്കാർ എന്തിനാണ് അവർക്ക് ഇത്തരമൊരു രാഷ്ട്രീയ പ്രശ്നത്തിൽ ചെന്ന് പെടാൻ അവർക്ക് താല്പര്യമേ ഇല്ല. പക്ഷേ അവർക്ക് ഇരിക്കാൻ പറ്റാത്ത വിധമുള്ള സമ്മർദ്ദത്തിലേക്കും ധാർമ്മികമായുള്ള സമ്മർദ്ദത്തിലേക്കും അവർ കൂടെ ഉൾപ്പെടുക. അത് ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. അതിൻ്റെ കാരണം ഈ നീറ്റ് പരീക്ഷ നേരാവണ്ണം നടത്താത്തത് കൊണ്ടും അതിനെ തുടർന്ന് ആളുകൾക്ക് മരിക്കേണ്ടുന്ന സാഹചര്യം വന്നതുകൊണ്ടും ഇത്ര വലിയ പ്രൊട്ടസ്റ്റ് രാജ്യത്താകെ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിൽ അഭിപ്രായം പറയാതെ പോകാൻ പറ്റാത്ത നിലവരുന്നത് കൊണ്ടാണ്. അഭിപ്രായം പറയുമ്പോൾ അവരുടെ ആത്മാവിൻ്റെ അഭിപ്രായം പറയാം. അവർ ആർട്ടിസ്റ്റുകളാണ്. ഞാൻ നേരത്തെ വിസ്മയ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവരുടെ ആത്മാവിൻ്റെ അഭിപ്രായങ്ങളെ പറയാൻ പറ്റൂ. അവരുടെ
ആത്മാവിൻ്റെ അഭിപ്രായം അവരോട് പറയുന്നത് നിങ്ങളിതാ ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. കാരണം അവർ ദൃശ്യങ്ങൾ കാണുന്ന അതാണ്. അവരെന്നിട്ടും സമരത്തെ പിന്തുണയ്ക്കുന്നു, നിങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ മാറി നിൽക്കുന്നു അവരാരും പറയുന്നില്ല. അവർ പറയുന്നത് ദയവ് ചെയ്ത് ഈ മനുഷ്യരെ ഇങ്ങനെ തല്ലിച്ചതക്കരുത്. ഇങ്ങനെ തല്ലിച്ചതച്ചതിന് പകരം ഡയലോഗിലേക്ക് പോകൂ എന്ന് ദുൽഖർ സൽമാൻ പറയുകയാണ്. നിങ്ങൾ ഡയലോഗിലേക്ക് പോകൂ, അവരെ കേൾക്കാൻ തയ്യാറാകൂ. വിദ്യാഭ്യാസം പരമപ്രധാനമായിരിക്കുന്ന കുടുംബങ്ങളിലെ രക്ഷിതാക്കൾ കരയുകയാണ്, അവരോട് സംസാരിക്കൂ എന്നീ പറയുന്ന ഇത്തരം എന്താണ് സങ്കടത്തോടെയുള്ള വർത്തമാനങ്ങൾ കേൾക്കാൻ ഒരു സർക്കാരിന് അധികാരമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. ജനം തെരഞ്ഞെടുത്ത സർക്കാരാണ്. അവർക്ക് കോക്രോച്ച് പാർട്ടി പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവരോട് ചർച്ച ചെയ്തിട്ട് ധർമ്മേന്ദ്ര പ്രധാനോട് മാറി നിൽക്കൂ എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ BJPയും അവർക്ക് പിന്നിലുള്ള RSSും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളും ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പോസിറ്റീവായിട്ടുള്ള സംഗതികളൊന്നും നമ്മുടെ മുന്നിലേക്കില്ല. പക്ഷേ ഈ സമരം ശക്തമാകും, അക്കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. തീർച്ചയായും അത് തന്നെയാണ് എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയോ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ സർക്കാർ പ്രതിസന്ധിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷമോ പോലും ഉണ്ടാകുമെന്നുള്ള തോന്നൽ എനിക്ക് ഈ ഘട്ടത്തിൽ പോലും ഇല്ല. എന്തായാലും ഈ ഒരു സമരത്തെ കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം സർക്കാർ പെരുമാറുന്നത് ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് എന്നതുകൊണ്ട് ഇവിടെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ടല്ലോ, ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഏറ്റവും വലിയ കഴിവായി BJP നേതാക്കൾ തന്നെ ആവർത്തിച്ച് പല വേദികളിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം സിലബസിൽ തൊട്ടയാളാണ്, സിലബസിനെ കൈകാര്യം ചെയ്തയാളാണ്. മറ്റേ ഇവിടുത്തെ ലെഫ്റ്റിസ്റ്റുകളും കോൺഗ്രസ്സുകാരും എല്ലാം കൂടി അട്ടിമറിച്ച് വെച്ചിരുന്ന സിലബസിനെ നന്നാക്കിയ ആളാണ് എന്നുള്ളതാണ് അവരുടെ ഒരു വാദം. എന്താണ് നന്നാക്കൽ നമ്മൾ മുമ്പ് പലയാവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ തന്നെ പ്രതികരണം വന്ന ഒരു കാര്യം എന്താണ്, അടിയന്തരാവസ്ഥ അത് ജനാധിപത്യത്തെ മുച്ചൂടും തകർത്തെറിഞ്ഞ ഇങ്ങനെ ഇരുണ്ട കാലത്തേക്ക് തള്ളിയിട്ട രാജ്യത്തെ ഇരുണ്ട കാലത്തേക്ക് തള്ളിയിട്ട അടിയന്തരാവസ്ഥയെക്കുറിച്ച് കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിമർശനം ഉയർന്നപ്പോൾ പ്രതികരിച്ചയാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. എന്നിട്ട് ഈ ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ കാണിക്കുന്നതാണ്, ഡൽഹിയിൽ ഈ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നത് എന്താണ്, നെയിം പ്ലേറ്റ് വെച്ചിട്ടില്ലാത്ത, മുഖം മറച്ച, ഈ മറ്റേ എന്താണ് ചുണ്ടിനിടയിൽ തമ്പാക്ക് തിരികിയ ഗുണ്ടകൾ, പോലീസുകാരാണ് ലാത്തിയിൽ ആണിയും പിടിപ്പിച്ചിട്ട് ഈ സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലാത്തി കൊണ്ട് കുത്തുന്ന പോലീസുകാരെ ഇറക്കി വിട്ടിരിക്കുകയാണ് അവിടെ. ആരെ? ഈ ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട കാലത്തെക്കുറിച്ച് വാചാലനാകുകയും സങ്കടപ്പെടുകയും ചെയ്ത ധർമ്മേന്ദ്ര പ്രധാനെതിരെ നടക്കുന്ന ഈ സമരത്തെ നേരിടാൻ ഡൽഹി പോലീസിനെ ഈ മട്ടിലാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇന്ന് സനീഷ് ഈ നമ്മളൊരു ദൃശ്യത്തിൽ കണ്ടല്ലോ, ശരീരം മുഴുവൻ ഇങ്ങനെ പെല്ലറ്റേറ്റ ഒരു കുട്ടിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞു ഇത് പെല്ലറ്റാണല്ലോ. അവിടെ ചോദ്യങ്ങൾ ഉയർന്നു, പെല്ലറ്റാണല്ലോ കൊണ്ടിരിക്കുന്നത്. അല്ല എന്ന് കർശനമായി പറയുമായിരുന്നു. ഇല്ല, പെല്ലറ്റ് പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളത്. ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് പെല്ലറ്റ് പുറത്തെടുത്തു എന്ന് ആശുപത്രിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴുത്തിലും നെഞ്ചിലും എല്ലാം പെല്ലറ്റ് കുടുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. 15 വയസ്സ് 20 വയസ്സുള്ള കുട്ടികൾക്ക് നേരെ ഈ ഭരണകൂടം പ്രയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആയുധങ്ങളാണെന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ ടിയർ ഗ്യാസ് ഷെല്ലുകളൊക്കെ അതൊക്കെ കാലപരിധി കഴിഞ്ഞതൊക്കെയാണ് അവിടെ ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഴയതെല്ലാം എടുത്ത് പൊട്ടിച്ചു തീർക്കാനുള്ള ഒരവസരമായി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ കണ്ടു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവർക്ക് രാത്രി വീട്ടിൽ പോയി കിടന്നിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ കിടന്നുറങ്ങാൻ പറ്റുക? അവരുടെ മക്കൾ ചോദിക്കില്ലേ നിങ്ങളല്ലേ ഈ സംവിധാനം കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കില്ലേ എന്നുള്ള സംശയമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ക്രൂരമായാണ് അവിടെ അവരെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ മുമ്പ് പല പ്രക്ഷോഭങ്ങളിലും പറ്റിയ അബദ്ധം ഈ ഇവർക്ക് CJPയുടെ പ്രക്ഷോഭകർക്ക്, അല്ലെങ്കിൽ അവിടെ CJP മാത്രമല്ല, ഇപ്പോൾ അവിടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രവർത്തകർ അവിടെ വന്ന് സമരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് പറ്റാത്തതിനൊരു കാരണം വളരെ കാലയെ കൂട്ടി തന്നെ എല്ലാം റെക്കോർഡ് ചെയ്യാൻ ഇവർ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? കാരണം സാധാരണ സമരം നടക്കുമ്പം എല്ലാവരും മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ ജെൻസി പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അവർ ഈ രാജ്യം മുഴുവൻ അവർക്കൊപ്പം ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിനുമൊക്കെ അടിസ്ഥാന കാരണം ഈ പറഞ്ഞ സിനിമാക്കാരെല്ലാം ഒരുമിച്ചിറങ്ങാനുമുള്ള കാരണം എന്താണ്? അവരിതെല്ലാം പകർത്തി തെളിവുണ്ടാക്കി, ഞങ്ങളിത് ഇങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് തെളിവുണ്ടാക്കി രാജ്യത്തിന് മുന്നിൽ, ലോകത്തിന് മുന്നിൽ കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പെല്ലറ്റിൻ്റെ പ്രയോഗം, സാക്ഷി എന്ന് പറയുന്ന 20 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിലാണ്, വെന്റിലേറ്ററിലാണ്. എന്താണ് അവസ്ഥ? കാരണം 20 പേരുടെ മരണത്തിന് ഉത്തരവാദിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരത്തെ അടിച്ചമർത്താൻ വീണ്ടും വിദ്യാർത്ഥികളെ വേണമെങ്കിൽ മരണത്തിലേക്ക് വരെ തള്ളിയിടാം എന്നുള്ള ഒരവസ്ഥയല്ലേ ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ എന്തായാലും അത്ര എളുപ്പത്തിൽ ഇവർക്ക് കൈവിട്ട് കളയാൻ കഴിയില്ല. അതിന് കാരണം ഞാൻ പറയാം, ഈ പറഞ്ഞത് തന്നെയാണ്. ഒന്ന്, ഇവരുടെ ഈ എഡ്യൂക്കേഷൻ പോളിസിയിലെ കൃത്യമായ മാറ്റങ്ങൾ മുഴുവൻ
നടത്തിയെടുക്കുന്നതിൽ വളരെ കൃത്യമായി പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നയാളാണ്. ആ കാര്യത്തിൽ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എന്തൊക്കെയാണ് സനീഷ് നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ, ഈ സിലബസിൽ വന്ന മാറ്റങ്ങൾ, മുഗൾ സാമ്രാജ്യം എന്നുള്ള സംഗതി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി പാഠപുസ്തകത്തിൽ നിന്ന് നമ്മൾ അറിയില്ല. അതായത് അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇവിടെ ഇല്ല. ഈ രാജ്യം ത്തിൻ്റെ വലിയൊരു പ്രദേശം ഭരിച്ചിരുന്നത് മുഗളന്മാരാണ് ഒരു കാലത്ത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ. അത് പഠിക്കാനില്ല എന്നുള്ളതാണല്ലോ നമ്മൾ ഇനിയിപ്പോൾ പീരിയോഡിക് ടേബിൾ അതിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അത് എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്തത്. ഈ പരിണാമ സിദ്ധാന്തം എടുത്തു കളഞ്ഞു. ഈ മട്ടിലുള്ള പരിഷ്കാരങ്ങളാണ് ഇവർ ഈ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഗുജറാത്ത് കലാപം എടുത്തു കളഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണല്ലോ നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. ഗുജറാത്ത് കലാപം ഇത് സംഭവിച്ചിട്ടില്ല. ഇത് വാജ്പേയിക്ക് വരെ കത്രിക വെച്ചു. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പോലും അവിടുന്ന് മാറ്റി. ഇനി കോടതിയുടെ ഇടപെടൽ തന്നെ ഉണ്ടായല്ലോ. കോടതിയിലെ കേസുകളെക്കുറിച്ച് NCERTയുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങൾ എടുത്തു കളയണമെന്നാവശ്യപ്പെട്ടു. അവസാനം NCERT മാപ്പ് പറഞ്ഞില്ലേ. ഇതൊക്കെയാണ് ഈ ഭരണപരിഷ്കാരങ്ങളെല്ലാമാണ് നടപ്പാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ചരിത്രബോധമില്ലാത്ത ഒരു സിലബസ് അവതരിപ്പിക്കുകയും അത് പഠിക്കേണ്ടി വരികയും ചെയ്യുന്ന ഗതികേടിനെതിരെ ഈ പിള്ളേർ സമരം ചെയ്തിട്ടില്ല. അപ്പോഴൊക്കെ അത് ഇവർക്ക് യഥേഷ്ടം നടപ്പാക്കാൻ പറ്റി. പക്ഷേ ഇത് എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കുമല്ലോ, എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കും. ഇത് നീറ്റ് ചോദ്യം, ഇത് വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ചുള്ള കൈകാര്യം ചെയ്യുന്ന സംഗതിയല്ലേ. അപ്പോൾ അങ്ങനെ നിരന്തരം ഈ ചോദ്യപേപ്പർ ചോരുന്നു. അത് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്ന കണ്ടില്ലേ, 1,30,000 കോടിയിലേറെ രൂപയാണ് വർഷാവർഷം ഈ പരീക്ഷാ നടത്തിപ്പിന് വേണ്ടി ഈ രാജ്യം ചെലവഴിക്കുന്നത്. അപ്പോഴാണ് അതിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഉള്ള ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത്, വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ഉണ്ടാകുന്നത്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടികൾ പോലും പറയുന്നുണ്ട്, അവർക്ക് ഈ നീറ്റ് എക്സാം എഴുതി വന്ന കുട്ടികൾ അവിടെ സമരരംഗത്തുണ്ട്. അവർ പറയുന്നത്, അവരുടെ ആൻസർ കീ വെച്ചിട്ട് കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ മാർക്ക്, ഇത്തവണ കിട്ടിയ മാർക്ക് എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമുള്ളത് അവർ അവതരിപ്പിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള അട്ടിമറിയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഇയാളെ, ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാനെ വിട്ടുകളയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ ഈ സിനിമാക്കാരെല്ലാം സമരരംഗത്ത് വന്നപ്പോൾ അതിലെ കൗതുകകരമായ ഒരു കാര്യം, യുവമോർച്ച എന്തിനാണ് ഇപ്പോൾ ഈ ടൊവിനോയുടെ വീടിന് മുന്നിൽ സമരം ചെയ്യുന്നത്? പേടിപ്പിക്കാനാണ്. നിങ്ങൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? ടൊവിനോ തോമസ് എന്താ ചെയ്തത്? ഒരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറയുന്നതിൻ്റെ വീട്ടിലേക്ക് സമരം നടത്താനുള്ള സംഘടനയാണോ യുവമോർച്ച? അഭിപ്രായം പറയുന്നത് ആരുമായിക്കോട്ടെ, അഭിപ്രായം പറയുന്നവൻ്റെ വീട്ടിന് മുന്നിൽ പോയി സമരം ചെയ്യുക. അയാൾക്ക് ഏറ്റവും ഭയാശങ്കകളില്ലാതെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കേണ്ടതാരാണ്? ഇവിടുത്തെ ഭരണകൂടമല്ലേ. അതാണല്ലോ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. അതിനെ കാവലേൽപ്പിച്ചിരിക്കുന്ന ആരെയാണ്? ഈ യുവമോർച്ചക്കാരെ. അവരിപ്പോൾ എവിടെയാണ്? ഓരോരുത്തരുടെ വീട്ടിലേക്ക് യാത്ര നടത്തുക, മാർച്ച് നടത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ് അവരെ. ഇങ്ങനെ അവർ മാർച്ച് നടത്താനാണെങ്കിൽ ആരുടെയൊക്കെ വീട്ടിലേക്ക് പോകണം? ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ പോകണം, ആസിഫ് അലിയുടെ വീട്ടിൽ പോകണം, ജോജുവിൻ്റെ വീട്ടിൽ പോകണം, പ്രിയ വാര്യരുടെ വീട്ടിൽ പോകണം, രഞ്ജിനി ഹരിദാസിൻ്റെ വീട്ടിൽ പോകണം. ഇങ്ങനെ ഇവരുടെ എല്ലാം വീട്ടിൽ. രഞ്ജിനി ഹരിദാസ് ചൈനയുടെ കയ്യിൽ നിന്നോ എവിടുന്നോ പണം മേടിച്ചിട്ടാണ് ഈ സമരത്തിൽ പങ്കെടുത്തതെന്ന് നമ്മുടെ പ്രിയ സുഹൃത്തായ ഗോപാലകൃഷ്ണൻ ഇന്ന് പറയുന്നത് കേട്ടു. ഇതാണ് അവസ്ഥ. പിന്നെ ഇതിലിപ്പോൾ ഉള്ള ഒരു അങ്കലാപ്പ് കൂടി ഇവർക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ CPI ആണെന്ന് പറയുകയും സംഘപരിവാറിനെ നിരന്തരം പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സനീഷിൻ്റെ ഒരു പ്രിയ സുഹൃത്തായ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതായത് അഭിജിത്ത് ദീപ്കെ ഇവിടെ വന്ന് ചാടിയിട്ട് ഇവിടെ 10,000 ആളുകളുടെ പിന്തുണയുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് 900 ആളുകളുടെ പോലും പിന്തുണ ഉണ്ടായില്ല എന്ന് പരിഹസിക്കുന്നത് കേട്ടു. ആശാൻ്റെയൊക്കെ നെഞ്ചത്ത് ഇടുത്തി വീണിട്ടുണ്ട് ഇന്ന് ഈ കാഴ്ച കാണുമ്പോൾ. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചൂട് കാരണം നെയിം പ്ലേറ്റ് അഴിച്ചു വെച്ചതാണ് എന്ന് പറയുന്നത് ആരാണ്? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ അവിടുത്തെ അസിസ്റ്റന്റ് കമാൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീയാണ് പറയുന്നത്. ചൂട് കാരണമാണ് നെയിം പ്ലേറ്റ് എല്ലാം അഴിച്ചു വെച്ചത് അത്ര പോലീസുകാർ. അവരുടെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണെന്നറിയാമോ? ഒരു പാറ്റയെ ചവിട്ടിക്കൊന്നിട്ടിരിക്കുന്നതാണ് സ്റ്റാറ്റസ്. അപ്പോൾ ഈ മനോഭാവത്തോടെയാണ് ഈ പാവപ്പെട്ട കുട്ടികളെ നേരിടുന്നത്. അപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ മനോഭാവം വെച്ച് തന്നെയാണ് ഇവർ ഈ ലാത്തിയിൽ ആണിയും ഉറപ്പിച്ച് ഈ പെല്ലറ്റ് ഗണ്ണുകളുമായി ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആ ഒരു അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു ആർജവത്തോടെ നിൽക്കുന്ന സർക്കാർ
വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും രോഷപ്രകടനം പ്രതിപക്ഷ പാർട്ടികൾ കൂടി ഏറ്റെടുത്തതോടെ ഇന്ന് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി നീറ്റ് പരീക്ഷാ ക്രമക്കേട് മാറിയിട്ടുണ്ട്. ഡൽഹിയിലെ സമരത്തെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലാണ്. അധികാരത്തിലേറിയതിനു ശേഷം നേരിടേണ്ടി വന്ന സമരങ്ങളെ നേരിട്ടതുപോലെ ഇപ്രാവശ്യം വിദ്യാർത്ഥി സമരത്തെ നേരിടാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാരിന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയത്തെ ഇതുവരെ വലിയ ഗൗരവത്തിലെടുക്കാതിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാടിലേക്ക് മാറി. എന്നാലും വിഷയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തെ സർക്കാർ ചെവിക്കൊള്ളുന്നുമില്ല. ഇതിനിടെയാണ് CJPയുടെ ഉദയത്തിന് തന്നെ കാരണക്കാരനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ സമരത്തെയും ഡൽഹിയിൽ നടന്ന പോലീസ് നടപടിയെയും ഒന്ന് പരിഗണിക്കാൻ തയ്യാറാകാത്തത് എന്നതാണ് കൗതുകകരം. എന്തുതന്നെയായാലും തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CJPയും പ്രതിപക്ഷ പാർട്ടികളും ആവർത്തിക്കുന്നതോടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.